Hello everyone, welcome to Nanan Academy. LDC 2024 സീരീസിലെ 21ാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് DS കോത്താരി. രണ്ടാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാധവ് ഗാഡ്ഗിൽ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി. ഉത്തരം D ഉദയകുമാർ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി D ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം. ഈ ചിഹ്നം തയ്യാറാക്കിയത്. ഉത്തരം D ഉദയകുമാർ. അഞ്ചാമത്തെ ചോദ്യം, വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഉത്തരം ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഏതാണ്? ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജൻ എന്ന് അറിയപ്പെടുന്നത്. ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു പേരാണ് വിദ്യാധിരാജൻ. സർവ വിദ്യാധിരാജൻ അല്ലെങ്കിൽ വിദ്യാധിരാജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ആറാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ്. റാണി ഗൗരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി. റാണി ഗൗരി ലക്ഷ്മിബായ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്നറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം, 1857 കലാപത്തെ അടിസ്ഥാനമാക്കി ഗ്രേറ്റ് റെബലിയൻ എന്ന കൃതി രചിച്ചതാര്? 1857 കലാപത്തെ അടിസ്ഥാനമാക്കി ഗ്രേറ്റ് റെബലിയൻ 1857 ഗ്രേറ്റ് റെബലിയൻ എന്ന കൃതി രചിച്ചത് അശോക് മേത്ത. 1857 കലാപത്തെ അടിസ്ഥാനമാക്കി ഗ്രേറ്റ് റെബലിയൻ എന്ന കൃതി രചിച്ചത് അശോക് മേത്ത. അടുത്ത ചോദ്യം, 1857 കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയതാര്?
1857 കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഭക്തഖാൻ. 1857 കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഭക്തഖാൻ. പത്താമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ വെൽത്ത് തിയറി എന്ന് പറയും, അതിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ വെൽത്ത് തിയറി അവതരിപ്പിച്ചിട്ടുള്ളത്. 12ാമത്തെ ചോദ്യം, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് പേരിലാണ് പ്രസിദ്ധമായത്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് പേരിലാണ് പ്രസിദ്ധമായത്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഉത്തരം മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്ന പേരിലാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രസിദ്ധമായത്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് പേരിലാണ് പ്രസിദ്ധമായത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. 13ാമത്തെ ചോദ്യം, ജോൺ കമ്പനി എന്നറിയപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ജോൺ കമ്പനി എന്നറിയപ്പെട്ടിരുന്ന കമ്പനി ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേരായിരുന്നു ജോൺ കമ്പനി. ജോൺ കമ്പനി എന്നറിയപ്പെട്ടത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 14ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ വൈസ്രോയി ആയിരുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ വൈസ്രോയി ആയിരുന്നത് ആരായിരുന്നു? ഉത്തരം ചെംസ്ഫോർഡ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ വൈസ്രോയി ആയിരുന്നത് ചെംസ്ഫോർഡ് പ്രഭു. 15ാമത്തെ ചോദ്യം, അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ദൗത്യമേത്? അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ദൗത്യം ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയുടെ അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ദൗത്യം ക്യാബിനറ്റ് മിഷൻ. എന്താണ് ക്യാബിനറ്റ് മിഷൻ? അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ. 16ാമത്തെ ചോദ്യം, ഇറാനി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഇറാനി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ക്രിക്കറ്റ്. ഇറാനി ട്രോഫി ഏത് വിനോദവുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ട്രോഫിയാണ് ഇറാനി ട്രോഫി. ഇറാനി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. 17ാമത്തെ ചോദ്യം, കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ AR രാജരാജവർമ്മ. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാരാണ്? AR രാജരാജവർമ്മ ആണ് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. 18ാമത്തെ ചോദ്യം,
കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം ആര്യങ്കാവ് ചുരം. കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആര്യങ്കാവ് ചുരം. ഏത് പ്രദേശത്തെയാണ് ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത്? കൊല്ലം ജില്ലയെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. പത്തൊൻപതാമത്തെ ചോദ്യം, ഫില്ലോക്യുനോൺ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? ഫില്ലോക്യുനോൺ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? ഉത്തരം ജീവകം കെ. വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിമാണ് ഫില്ലോക്യുനോൺ. ഫില്ലോക്യുനോൺ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? ജീവകം കെ. വൈറ്റമിൻ കെയുടെ രാസനാമമാണ് ഫില്ലോക്യുനോൺ. ഇരുപതാമത്തെ ചോദ്യം, ക്രോംവെൽ പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? ക്രോംവെൽ പ്രവാഹം ഏത് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം എന്ന് വായിക്കുക, തെറ്റെഴുതിയതാണ്. ക്രോംവെൽ പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ് ക്രോംവെൽ പ്രവാഹം കാണപ്പെടുന്നത്. ഇരുപത്തൊന്നാമത്തെ ചോദ്യം, റാണിഗഞ്ച് ഖനി ഏത് ധാതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റാണിഗഞ്ച് ഖനി ഏത് ധാതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൽക്കരി. റാണിഗഞ്ച് ഖനി ഏത് ധാതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൽക്കരി ഖനിയുമായി ബന്ധപ്പെട്ടതാണ് റാണിഗഞ്ച് ഖനി. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്? ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്? ഉത്തരം ഓസ്കാർ പുരസ്കാരം. ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്? ഓസ്കാർ പുരസ്കാരമാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, കൻഹ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കൻഹ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് എന്ന് വായിക്കുക. കൻഹ ദേശീയോദ്യാനം എവിടെയാണ് കാണുന്നത്? ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇരുപത്തിനാലാമത്തെ ചോദ്യം, രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇരുപത്തഞ്ചാമത്തെ ചോദ്യം, ആവൃത്തിയുടെ യൂണിറ്റ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. എന്താണ് ആവൃത്തിയുടെ യൂണിറ്റ്? ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ഇരുപത്താറാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമായ ബ്രഹ്മപുരം ഏത് ജില്ലയിലാണ്? ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. കേരളത്തിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയമായ ബ്രഹ്മപുരം ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം. ഇരുപത്തിയേഴാമത്തെ ചോദ്യം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ചൊവ്വയാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. ഇരുപത്തെട്ടാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ജനീവ.
ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. മുപ്പതാമത്തെ ചോദ്യം, കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. എവിടെയാണ് കൽപ്പാക്കം ആണവ നിലയം? തമിഴ്നാട്. മുപ്പത്തൊന്നാമത്തെ ചോദ്യം, ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്. ലക്ഷദ്വീപിലെ ദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത് ദ്വീപ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത് ദ്വീപാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്. മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരാണ്. ജാർഖണ്ഡിലുള്ള ജംഷഡ്പൂരാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ജംഷഡ്പൂർ, ജാർഖണ്ഡ്. മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗംഗ. ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. മുപ്പത്തിനാലാമത്തെ ചോദ്യം, വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏത്? വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി നർമ്മദ നദി. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ നദിയാണ് വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. മുപ്പത്തഞ്ചാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? ഏത് നദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട്? ഉത്തരം മഹാനദിയിൽ. ഹിരാക്കുഡ് അണക്കെട്ട് എവിടെയാണ് സ്ഥിതി? ഏത് നദിയിലാണ്? മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട്.